നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ജ്യോതിഷം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ജ്യോതിഷം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. നമ്മളുടെ ജ്യോതിഷ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ജ്യോതിഷ വിദ്യാർത്ഥികൾക്കാണ് ഞാനിത് വിശദമായ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. 2-3 പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഇത് ചർച്ച ചെയ്യണമെന്ന്. കാരണം ഇത് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായേക്കാം. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടാകാം. അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഒരു മനദുഃഖത്തിനോ കാരണമായി തീർന്നേക്കാം. എന്നിരുന്നാലും ഇതറിയേണ്ട വിഷയമാണ്. കാരണം ഈ വിഷയത്തിന് നമ്മൾ പരിഹാരം ചെയ്ത് അത് മാറ്റിയില്ലെങ്കിൽ നാളത്തെ ഒരു വലിയ ദുഃഖത്തിന് ഈ ഒരു കാരണം നിങ്ങൾക്കറിയാണ്ട് പോകാം. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികൾക്ക് അത് പരിഹരിക്കാനായിട്ട് തോന്നിയാൽ മുന്നോട്ടുള്ള ജീവിതകർമ്മ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരാനായിട്ട് ഈ ഒരു വീഡിയോ ഉപകരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. വിഷയമെന്ന് പറയുന്നത് വൈനാശികം. അപ്പോൾ ചോദിക്കുക, എന്താണ് ഈ വൈനാശികമെന്ന്, അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. അതായത് 27 നക്ഷത്രങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും നമ്മൾ ജനിക്കുക. അശ്വതി മുതൽ രേവതി വരെയുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ. അപ്പോൾ ഈ നക്ഷത്രത്തിൽ നമ്മൾ പിറക്കുമ്പോൾ നമ്മളുടെ നക്ഷത്രം മുതൽ എണ്ണുമ്പോൾ 22ാമത്തെ നക്ഷത്രം വരുന്നതും ആ നക്ഷത്രം മുതൽ എണ്ണുമ്പോൾ 7ാമത്തെ നക്ഷത്രം വരുന്നതുമായ കണക്കിനെയാണ് വൈനാശികം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം ഏതാണ്? അശ്വതി നക്ഷത്രം. അപ്പോൾ അശ്വതി നക്ഷത്രം മുതൽ നമ്മൾ എണ്ണുമ്പോൾ 22ാമത്തെ നക്ഷത്രം ഏത് വരും? തിരുവോണം നക്ഷത്രം വരും. തിരുവോണം നക്ഷത്രം മുതൽ എണ്ണുമ്പോഴോ 7ാമത്തെ നക്ഷത്രം വരും അശ്വതി നക്ഷത്രം. തിരുവോണം, അവിട്ടം, ചതയം, പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി 4, 5, 6, 7 7ാമത്തെ നക്ഷത്രം വരും. അശ്വതി മുതൽ എണ്ണുമ്പോഴേക്കും 22ാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം വരും. അപ്പോൾ ഇത് വൈനാശിക നക്ഷത്രമായിട്ട് വരും. അപ്പോൾ തിരുവോണം നക്ഷത്രത്തിന് നമ്മൾ ചിന്തിക്കണം. തിരുവോണം നക്ഷത്രത്തിൻ്റെ 22ാമത്തെ നക്ഷത്രം ഏതാണ്? വിശാഖം നക്ഷത്രം വരും. വിശാഖം മുതൽ എണ്ണുമ്പോൾ എത്ര വരും? തിരുവോണം നക്ഷത്രം 7ാമത്തെ നക്ഷത്രം വരും. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് തിരുവോണം നക്ഷത്രം വൈനാശികമാണ്. അപ്പം തിരുവോണത്തിന് 7ാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജനിച്ച നക്ഷത്രം മുതൽ 7, 22 നക്ഷത്രം കണക്റ്റഡ് ആവുന്നത് വൈനാശികം. അപ്പോൾ എന്താണ് ഈ വൈനാശികത്തിൻ്റെ ബലം? എന്തുകൊണ്ടാണ് ഈ വൈനാശികം ഉണ്ടാവുന്നത്? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇതാണ് കർമ്മ ആസ്ട്രോളജിയുടെ പ്രാധാന്യം. ഇത് മനസ്സിലാക്കാതെയാണ് ഇന്ന് പല യൂട്യൂബ് ചാനലിലും എല്ലാ ആളുകളും വന്ന് വ്യാഴം മാറുന്നു, ശനി മാറുന്നു, രാഹു മാറുന്നു, നിങ്ങൾക്ക് കോടീശ്വര യോഗം കിട്ടാൻ പോകുന്നു, അത് കിട്ടാൻ പോകുന്നു, ഇത് കിട്ടാൻ പോകുന്നു. ഇന്നേ വരെ നിങ്ങൾക്ക് അതിൻ്റേതായ എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഫലം ഉണ്ടായിട്ടില്ല. ചില ആൾക്കാർക്ക് ചില അതിന് പറഞ്ഞ സമയത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അവരിപ്പോഴും ആ പണ്ടത്തെ ബാലപാഠം കൊണ്ട് നടക്കുക. ആ വ്യാഴം 11 നിൽക്കുന്നു, 7 ശനി, കണ്ടാശനി, അഷ്ടമശനി, ഇതും കൊണ്ട് നടക്കുക. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നേ വരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇന്ന സമയത്തിന് നല്ലത് വരാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയാത്തതിൻ്റെ കാരണം എനിക്കറിയാം അതുകൊണ്ടൊരു ഫലമില്ലെന്ന്.
ഞാനിതൊരു ജ്യോത്സ്യന്മാരെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ അല്ല ഈ പറയുന്നത്. നമ്മൾ ജ്യോതിഷം കുറച്ച് ഒരുപാട് അപ്ഡേറ്റഡ് ആകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ജ്യോതിഷം ഒരു ശ്ലോകമെങ്കിലും വീതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കടലാണ്. എത്രയോ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ജ്യോതിഷത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാരും മോശക്കാരാണ് എന്നല്ല ഈ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു കാര്യം സമൂഹത്തിൻ്റെ മുന്നിലോട്ട് വെക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ എന്തോ സംഭവമാണ് എന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. ഇത് പല ആൾക്കാർക്കും അറിയാമായിരിക്കാം. അവർ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ. അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു പ്രയോജനപ്രദമായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉദ്ദേശം. അല്ലാതെ ഒരു ജ്യോതിഷന്മാരെയും ശാസ്ത്ര മേഖലയിൽ നിൽക്കുന്ന ആരെയും കൊച്ചാക്കുകയോ കളിയാക്കുകയോ ചെയ്തതല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം ഈ വൈനാശികം എന്ന് പറയുന്നത് ഈ ആത്മാവ്, നമ്മളെന്ന് പറയുന്ന ഒരു ആത്മാവാണ്. ആത്മാവ് എടുത്ത ശരീരമാണ് ഇത്. അപ്പോൾ ഈ ആത്മാവ് ഇതിന് എത്രയോ മുജ്ജന്മങ്ങളുണ്ട്. തൊട്ട് മുമ്പ് ഒരു ജന്മം ഉണ്ടാകും, അതിനു മുമ്പും ജന്മങ്ങളുണ്ട്, ഇനിയും നമുക്ക് ജന്മം ഉണ്ടായിരിക്കാം, എത്രയോ ജന്മങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മളുടെ പുണ്യ പാപങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമുക്ക് ജന്മമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു ജാതകം നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റേതായ പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. ആ വിഷയം നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ദിവസം അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ എന്താണ് വൈനാശികം, അതിൻ്റെ റീസൺ എന്താണ്? പൂർവജന്മത്തിൽ അതായത് ഈ ആത്മാവ് മറ്റൊരു കുടുംബത്തെയോ വ്യക്തിയെയോ അല്ലെങ്കിൽ സ്വകുടുംബത്തിൽ പിറന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ കാരണം നശിപ്പിക്കപ്പെടുകയോ ചതിക്കപ്പെടുകയോ ചെയ്ത് ദുഃഖത്തോടുകൂടിയും പ്രയാസത്തോടുകൂടിയും മരണപ്പെട്ടു പോകുന്ന ആത്മാക്കൾ ആ കടം വീട്ടുന്നതിന് വേണ്ടി വീണ്ടും പുനർജനിക്കാൻ ഇടയാകും. അങ്ങനെ ഈ ആത്മാക്കൾ പുനർജനിച്ച് ജീവിതത്തിൽ ഒരു സമയത്ത് ഈ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് ഇടയാകും. അതല്ല എങ്കിൽ ഈ ആത്മാവ് സ്വകുടുംബത്തിൽ തൻ്റെ സന്തതികളായിട്ടോ തൻ്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളായിട്ടോ ജനിക്കുവാനായി ഇടയാകും. ചിലപ്പോൾ ഒരച്ഛൻ, അമ്മ, ഇവർക്ക് ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമായിട്ട് വൈനാശി നക്ഷത്രത്തിൽ കുട്ടികൾ പിറക്കാനിടയാകും. അല്ലെങ്കിൽ അവരുടെ അമ്മാവൻ്റെ ബന്ധത്തിൽ വരും. എൻ്റെ അമ്മാവൻ എൻ്റെ വൈനാശികമാണ്, എൻ്റെ ചിറ്റപ്പൻ എൻ്റെ വൈനാശികമാണ്. ചിലപ്പം സഹോദരങ്ങൾ തമ്മിൽ വൈനാശികമായി വരും. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, കർമ്മ നമ്മളെ ദണ്ഡിക്കാൻ തയ്യാറായി, ആ സമയമായി എന്ന്. ഈ സമയം മുതൽ നമ്മുടെ കർമ്മ സ്റ്റാർട്ട്. ഈ ജന്മം, അടുത്ത ജനറേഷൻ പ്രതിഫലനം ഉറപ്പായിട്ടും ബാധിച്ചിരിക്കും. വൈനാശികം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെയോ ആ കുടുംബത്തെയോ നശിപ്പിക്കാനോ ഇല്ലാണ്ടാക്കാനോ ദുഃഖപ്പെടുത്താനോ ശിക്ഷിക്കപ്പെടാനോ കാരണമാകും. ഒരു പക്ഷേ ഇതൊരു പാഠവുമാക്കി തരാം. വൈനാശിക നക്ഷത്രത്തിൽ പിറക്കുന്ന ആള് ഈ ഒരു ആത്മാവിന് ചിലപ്പോൾ ജ്ഞാനം കൊടുക്കാം, അറിവ് കൊടുക്കാം, പണം കൊടുക്കാം, എല്ലാ സഹായകർമ്മങ്ങളും ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ചെയ്ത വ്യക്തിയിൽ നിന്ന്
ഈ ആൾക്ക് ഉറപ്പായിട്ടും ഒരു ദുഃഖം ഉണ്ടാവും. അപ്പോൾ ഈ ആത്മാവ് പറയും, ഞാൻ അവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അവനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് നമുക്ക് ദുഃഖം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുക. ഞാൻ അവനെ അങ്ങനെയല്ല കണ്ടത്, എന്നിട്ടും അവൻ എന്നോട് അത് ചെയ്തു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആരോട് ക്ഷമിച്ചാലും അവനോട് ഞാൻ ക്ഷമിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമായി തീരാനിടയുണ്ട്. അതിന് പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ പരിഹാരമുണ്ട്. അത് നമ്മുടെ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി നോക്കി നമ്മളത് മനസ്സിലാക്കണം. ഇത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോയാണ്. ബാക്കി വിഷയങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയാം. കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നന്ദി, നമസ്കാരം.